എല്ലാവർക്കും നമസ്കാരം. ഒരു രാജ്യം നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി അവിടുത്തെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതി. ഒരു സംസ്ഥാനം നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി അവിടുത്തെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതി. വിദ്യാഭ്യാസം നശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ ലോകത്തിലെ ഏറ്റവും മരമണ്ടനായ ഒരു വിദ്യാഭ്യാസ മന്ത്രി, അതിന് ചേർന്ന കുറേ സംഘടനകളും സംവിധാനങ്ങളും, അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസം തകർന്ന് തരിപ്പണമായി പോകും. വിദ്യാഭ്യാസ മേഖല തകരുന്നതുകൂടി ആ നാട് തകർന്ന് തരിപ്പണമാകും. എൻ്റെ വിഷയം വിദ്യാഭ്യാസ മേഖലയല്ല. ഞാൻ വേറൊരു വിഷയത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മുട്ടിനുണ്ടായി വരുന്നൊരു സംഭവമാണ് മസാജ് പാർലറുകൾ. അതിന് സ്പാ എന്നൊക്കെ ഓമനപ്പേരുണ്ട്. പിന്നെ റിസോർട്ടുകളും അവിടെ നേരത്തെയൊക്കെ റിസോർട്ടുകളിൽ ദിവസ വാടകയ്ക്കായിരുന്നു മുറികൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പല റിസോർട്ടുകളും മണിക്കൂർ വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയപ്പെടുന്നെങ്കിൽ, അതായത് പല റിസോർട്ടിൻ്റെ നടത്തിപ്പുകാർ പറയുന്നത് ഇപ്പം ഞങ്ങൾ മണിക്കൂറുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രഗത്ഭരായ ചില ഡോക്ടർമാരോട് പറയുമ്പോൾ അവർ പറഞ്ഞു ചില കാര്യങ്ങൾ. അതാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം. ഈ വീഡിയോ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ കൃത്യമായ സത്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു ഊഹം വെച്ച് കീച്ചുന്നതോ അല്ലെങ്കിൽ എനിക്ക് പണം ഉണ്ടാകാൻ വേണ്ടി ഞാനിത് പറയുന്നതല്ല. പണം ഉണ്ടാകാൻ വേണ്ടി മലയാളിയുടെ അടുത്ത് ചാനലിൽ പറയുകയാണെങ്കിൽ അളിഞ്ഞ പീഡനക്കേസ് പറഞ്ഞാൽ മതി. അളിഞ്ഞ പീഡനക്കേസ് ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൽ പറയാഞ്ഞത് എനിക്ക് സമൂഹത്തോടൊരു ബാധ്യത ഉള്ളതുകൊണ്ടാണ്, ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ്. ആ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ചാനലിൽ കൂടി അളിഞ്ഞ അതുകൂട്ട് കേസുകൾ ഞാൻ പറഞ്ഞിട്ടില്ല. നെഗറ്റീവ് കമൻറ്റൊക്കെ കുറേ വരുന്നെങ്കിലും ഞാൻ അളിഞ്ഞ കേസുകൾ കൈകാര്യം ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന. ഞാനിത് പറയാൻ കാര്യം, ആ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചില ഡോക്ടർമാരോട് ചേർന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള സ്ഥലം ഇപ്പോൾ കേരളമാണ്. ആ കാര്യത്തിൽ കേരളം നമ്പർ 1. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ. ഇതിനകത്തൊരു രസം പറഞ്ഞു, ആ ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരു മനുഷ്യൻ എപ്പോഴും നെഗറ്റീവ് തന്നെ പറയും. അപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, HIV പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കേരളത്തിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും HIV പോസിറ്റീവ് ഉണ്ട്, നല്ലൊരു ശതമാനം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കൃത്യമായി സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള വിദ്യാർത്ഥികൾക്ക് തൊട്ട് ആ മുകളിലോട്ടുള്ള കോളേജ് വിദ്യാർത്ഥികൾ തൊട്ട് സമൂഹത്തിന് മുഴുവൻ ഈ വിദ്യാഭ്യാസം, സെക്സിൻ്റെ വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു എന്നത് അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലെത്തിയിരിക്കുക. ഇപ്പം നമുക്ക് സമൂഹത്തിൽ എത്ര പേർക്ക് ഇതുണ്ടെന്ന് അറിയാനുള്ള വഴിയില്ല. കാരണം ഇതിന് കുറേ സ്വകാര്യതയുടെ വിഷയങ്ങളുണ്ട്. ഈ എയ്ഡ്സ് സുരക്ഷ എന്താണെന്ന് സമൂഹത്തെ പഠിപ്പിച്ച് തന്നെ വരണം. ഇതിൻ്റെ തുടക്കം അറിയണമെങ്കിൽ അത് കുഞ്ഞുങ്ങളിൽ തന്നെ ഇത് പഠിപ്പിച്ച് തുടങ്ങേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടത്തിൽ വരുന്ന സ്ത്രീകൾ ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളിലും വേശ്യാവൃത്തിയിൽ പരസ്യമായിട്ട് ഏൽക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങളെത്തി. ഇതെന്തുകൊണ്ടാണ് വെളി വരാത്തതെന്ന് ചോദിച്ചാൽ, വെളി വരായൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഇത് ഉദ്യോഗസ്ഥന്മാർ പോയി ഇതിൻ്റെ കൈക്കൂലി മാസപ്പടിയായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഇത് വെളി വരാത്തത്. ഈ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പറയുന്നു, കൃത്യമായിട്ട് വന്ന് മാസപ്പടി മേടിച്ചുകൊണ്ട് പോവുക. ഇവൻ്റെ എല്ലാം തലമുറയെല്ലാം മുടിഞ്ഞ് മുദ്രയിട്ട് പോവുകയുള്ളൂ. ഇവൻ്റെ എല്ലാം മക്കളെല്ലാം, ഈ മാസപ്പടി മേടിക്കുന്നവൻ്റെ മക്കളെല്ലാം പുഴുത്ത് വണ്ടിയിടിച്ച് പുഴുത്ത് നശിച്ച് നാരണക്കല്ലെടുത്ത് പോവുള്ളൂ. ഈ സമൂഹത്തോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തവന്മാരും. ഈ പല കാരണങ്ങളിലാണ് ഈ വേശ്യാവൃത്തി തന്നെ തുടങ്ങുന്നത്. ഒന്ന് വിശപ്പ്, ദാരിദ്ര്യം. ഈ വെളിയിൽ നിന്നൊക്കെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഭാര്യമാർ 100 രൂപയ്ക്ക് വരെ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു ദാരിദ്ര്യമുണ്ട്. എന്നാൽ കേരളത്തിലെ യുവതലമുറയിൽ പലതിനും ആഡംബരങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ പല വിനോദ കേന്ദ്രങ്ങളിലും വെള്ളിയും ശനിയും ഞായറും ഒക്കെ ഈ വേശ്യാവൃത്തിക്കായി കടന്നു പോകുന്നത് ആഡംബരത്തിന് വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിലെ കുട്ടികളാണ് പോകുന്നത്, അല്ലെ യുവതിയുവാക്കളാണ് പോകുന്നത്. തീർത്ത് ചെറിയ പിള്ളേരുന്ന് ഈ 10-13 വയസ്സ് തൊട്ടുള്ള പിള്ളേർ പോകുന്നുണ്ടെന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ മസാജ് പാർലറുകൾ, ബ്യൂട്ടി പാർലറുകളുടെ ആൻറ്റിമാരാണ്. ആൻറ്റിമാർക്ക് മാന്യമായ പെർസെൻറ്റേജും ഉണ്ട്. അതുകൊണ്ട് കാരണവന്മാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നമ്മുടെ എല്ലാ സ്വപ്നവും. വിവാഹത്തിന് നമ്മൾ 10-40 വർഷം പണിയെടുത്തുണ്ടാക്കി വെക്കുന്ന പൈസ മുഴുവൻ പൊടിക്കും. ലോകത്തിലുള്ളവരെ മുഴുവൻ വിളിച്ചിട്ട് 500-1000 രൂപയുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും.
വീഡിയോക്കാരന് കൊണ്ടുവന്ന് 3-4 ലക്ഷം രൂപ കൊടുക്കും, പിന്നെ വേറെ ഇവൻറ്റുകാരന് കോടികൾ കൊടുക്കും, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കും. ഇതെല്ലാം കൊടുക്കുന്നതിനിപ്പുറം ഒന്നാലോചിക്കണം, ഇനി മുന്നിലോട്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ HIV അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലൈംഗിക രോഗങ്ങളുണ്ടോ എന്ന് പരിശോധിപ്പിച്ചിട്ട് വേണം ഇനി മുന്നിലോട്ട് കല്യാണത്തിലേക്ക് പോകാൻ. ഞാനത് പറയുന്നതിൻ്റെ കാര്യം, പണ്ടൊക്കെ ഇതിനകത്ത് സെക്സ് മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ. എന്നാൽ ഇപ്പോൾ അതല്ല, കുത്തഴിഞ്ഞ മയക്കുമരുന്ന് സംവിധാനം, മാറി 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 ആളുകൾ ഒറ്റ സിറിഞ്ച് തന്നെ ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ഇത് ഭീകരമായി പടരും. ഈ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു നേരിട്ട്. എന്നിട്ട് അദ്ദേഹം പറയുക, ഈ ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ കാണാറില്ലേ, കുഴഞ്ഞു വീണ് മരിച്ചു. ഈ കുഴഞ്ഞു വീഴുന്നതിൽ നല്ലൊരു ശതമാനവും എയ്ഡ്സ് രോഗികളാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ അത് എയ്ഡ്സ് രോഗിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സമ്പർക്കം തപ്പിപ്പോണം, ആകെ ഗുലുമാലാകും. അതുകൊണ്ട് അങ്ങോട്ട് എഴുതി വെക്കുമെന്നാണ് പറയുന്നത്, കുഴഞ്ഞു വീഴുന്നതിൽ നല്ലൊരു ശതമാനം. എന്നിട്ട് അതിന് അദ്ദേഹം തന്നെ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ഈ എയ്ഡ്സിന് കൊടുക്കുന്ന മരുന്നിൻ്റെ പേര് റെംഡെസിവിർ എന്നാണ്. ഈ എയ്ഡ്സിൻ്റെ മരുന്നിൻ്റെ പ്രധാന മരുന്നിൻ്റെ പേര്. കൊറോണയ്ക്ക് കൊടുക്കുന്നതും ആ മരുന്ന് തന്നെയാണ്. എന്നിട്ട് ആ ഡോക്ടർ പറയുക, ഈ റെംഡെസിവിർ എന്ന് പറയുന്ന മരുന്ന് അതിൻ്റെ ഉൽപ്പാദനം 5 ഇരട്ടി 6 ഇരട്ടി വരെ കമ്പനികൾ കൂട്ടിയിട്ടും മാർക്കറ്റിൽ ഇപ്പോൾ ഇത് കിട്ടാനില്ല കേരളത്തിൽ. ഇപ്പോൾ ഈ കാര്യമായ കൊറോണ ഇല്ലതാനും, അഥവാ തന്നെ കൊറോണ വന്നാൽ തന്നെ അതൊരു ജലദോഷം പോലെ അല്ല ഒരു പനി പോലെ വന്നു പോകുകയുള്ളൂ. ഈ റെംഡെസിവിർ എന്ന് പറയുന്ന മരുന്ന് ഇപ്പോൾ ഈ കൊറോണ ഇല്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ കൊറോണയെ വളരെ ലഘുവായി കാണുന്ന കാലത്ത് 5-6 ഇരട്ടി ഉൽപ്പാദിപ്പിച്ചിട്ടും ഇത് കിട്ടുന്നില്ലെങ്കിൽ, എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, വലിയ അപകടകരമായൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാവുന്ന നമ്മുടെ അടുത്ത് വരുന്ന അനേകരിൽ പലർക്കും ഈ രോഗം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് സെക്സ് കാരണമാകാം, മയക്കുമരുന്ന് കാരണമാകാം, അല്ലെങ്കിൽ ഈ സിറിഞ്ചുകൾ ഉപയോഗിക്കുന്നത് കാരണമാകാം. അങ്ങനെ വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പത്രമാധ്യമങ്ങൾ, ദൃശ്യ മാധ്യമങ്ങൾ, TV-യോ അല്ലെങ്കിൽ പത്രങ്ങളോ ഒന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അവർക്ക് ഈ അളിഞ്ഞ രാഷ്ട്രീയം, അല്ലെങ്കിൽ പിന്നെ അവർക്കുള്ളത് ഈ പീഡനക്കേസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുക മലയാളി കണ്ണും വീഴ്ച. എപ്പം നടന്നു, എങ്ങനെ നടന്നു, എവിടെ വെച്ച് നടന്നു, എന്തൊക്കെ നടന്നു, ഇതൊക്കെയാണ് അവന്മാർക്ക് അറിയേണ്ടത്, പത്രക്കാർക്ക്. അല്ലെങ്കിൽ മതത്തിൻ്റെ കേസ്, ഷാൾ ഇടാവോ ഷാൾ എടുക്കാവോ, ഇതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. ഓരോരോ മതങ്ങൾ അവരുടെ രീതിയിലുള്ള അവരങ്ങോട്ട് കൊണ്ടുപോട്ടെ. പക്ഷെ പത്രങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ പുറകെ പോവുക. ഈ ദിവസങ്ങളിൽ പറഞ്ഞ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു TV ചാനലിൻ്റെ ഓഫീസിൽ, കേരളത്തിൽ ഇപ്പം ലീഡിങ് നിൽക്കുന്ന ഒരു TV ചാനലിൻ്റെ ഓഫീസിൽ ഒരു ആദിവാസി ചെന്നപ്പോൾ അവർ അവിടെ ഇരുത്തിയില്ല. എന്നാണെന്നറിയോ? ജാതി കുറഞ്ഞതാണെന്ന്. എങ്ങനെയുണ്ട്? ഇന്ന് കേരളത്തിൽ ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന ഒരു ചാനലിൻ്റെ ഓഫീസിലാണ്. ഈ പോയ ആദിവാസി എന്നോട് പറഞ്ഞു, ഞാനൊന്ന് വരട്ടെ, ഒന്ന് പറയാമോ, ഞാൻ നിങ്ങളുടെ ചാനലിൽ കൂടെ പറയട്ടെ, ഇന്ന ചാനലുകാരനാണെന്നും പറയാം. എന്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ അന്ന് പറഞ്ഞ് കേരളം ഭ്രാന്താലയമാണെന്ന്? അന്ന് ഭ്രാന്താലയമാണ്, ഇന്ന് കേരളം 4 ഭ്രാന്താലയം കൂട്ടിയാൽ മതി. ടെലിവിഷൻ്റെ ഓഫീസിൽ ചെല്ലുമ്പം ജാതി കുറഞ്ഞവനാണെന്നും പറഞ്ഞ് കയറിയിരിക്കാൻ സമ്മതിച്ചില്ലെന്ന് പറയുമ്പോൾ ഇത് ഭ്രാന്താലയം ആണോ പറയേണ്ടത്? അത് അതിൽ കൂടുതൽ വല്ലതും പറയണോ? അതിൽ കൂടുതൽ വാക്കില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമുക്കറിയാവുന്ന പലർക്കും രഹസ്യമായിട്ട് ഇതുണ്ട്, ഈ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗമുണ്ട്. അത് സെക്സ് കൊണ്ട് വന്നതൊന്നും ആയിരിക്കണമെന്നില്ല. നാട്ടിൽ സുലഭമായ മയക്കുമരുന്ന്, അതിൻ്റെ വ്യാപാരം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഇത് ഈ രോഗം കിട്ടിയവർ, ഒതുക്കത്തിൽ കിട്ടിയവർ ഇത് പകർത്താൻ നടക്കുന്നവരും ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ യുവതലമുറയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ആര് സൂക്ഷിക്കും? ഒരു പ്രധാന കാര്യം, ആര് സൂക്ഷിക്കും? അതുകൊണ്ട് സ്കൂൾ കോളേജ് തലം മുതൽ ഇതിനൊരു ബോധവൽക്കരണ പ്രോഗ്രാം ഉണ്ടാവണം. ആ ബോധവൽക്കരണ പ്രോഗ്രാമിൻ്റെ പേരിൽ കോടികൾ കമ്മീഷൻ അടിക്കാമെന്ന് ചിന്തിക്കേണ്ട, യഥാർത്ഥത്തിലുണ്ടാവണം. 2, എല്ലാ കുട്ടികളെയും സ്കൂൾ തലം തൊട്ട് എല്ലാവരുടെയും രക്തപരിശോധന നടത്തണം. രക്തപരിശോധന നടത്തിയിട്ട്, ഇത് ഇത്രയും ഗൗരവമായിട്ട് ഞാൻ പറഞ്ഞത് ആ ഡോക്ടർ എന്നോട് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, രക്തപരിശോധന നടത്തിയാൽ ഇതിനകത്ത് എത്ര പേർക്ക് അറിഞ്ഞും അറിയാതെയും ഈ രോഗമുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ ഭാവിക്ക് ഇത് ഭീഷണിയാകുന്നെങ്കിൽ ഈ രഹസ്യ സ്വഭാവത്തിൽ നിന്ന് ഇത് വെളിക്കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ 140 MLA-മാരും കൂടി ഒരുമിച്ചിരുന്ന് നിയമനിർമ്മാണം നടത്തണം. ഈ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് സുപ്രീം കോടതി അങ്ങ് നിരോധിച്ചു. അവരെങ്ങനെയാണ് മറികടന്നെന്നറിയാവോ? ആ കംപ്ലീറ്റ് MLA-മാരൂടെ ചേർന്ന് അതിനെതിരെ പ്രമേയം പാസ്സാക്കിയെടുത്തു. എന്ന് പറഞ്ഞതുപോലെ ഇത് ഈ കേരളത്തിൻ്റെ ഭാവിക്ക് തന്നെ ഭീഷണിയായതുകൊണ്ട് ഇതൊന്ന് മയക്കുമരുന്ന് വ്യാപാരം കർശനമായിട്ട് അവസാനിപ്പിക്കണം. 2, ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾ നിലവിൽ എത്ര പേർക്കുണ്ടെന്നുള്ളത് ഇത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. എമർജൻസി ആയിട്ട് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം അടിയന്തരമായിട്ട് പരിശോധനകൾ നടത്തി
ഈ രീതിയിലുള്ള പാർലറുകളെയും റിസോർട്ടുകളെയും എല്ലാം റെയ്ഡുകളിലൂടെ പിടിച്ച് വളരെ പെട്ടെന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ബോംബെയിലും കൽക്കട്ടയിലും പൂനെയിലും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെയുള്ള വേശ്യാതെരുവുകളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളും പ്രവർത്തകരും ഒക്കെ ഇപ്പം നല്ലൊരു ശതമാനം കേരളത്തിലായതിൻ്റെ ബാക്കി പത്രവും കൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. കട ഒരിടത്ത്, ജോലിയില്ലായ്മ ഒരിടത്ത്, ആകെ അരക്ഷിതാവസ്ഥ ഒരിടത്ത്, മയക്കുമരുന്നും ലൈംഗിക രോഗങ്ങളുടെ മാരകമായാൽ നമ്മൾ എവിടെ ചെല്ലും എന്ന് എല്ലാവരും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പൊതുജനത്തിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ശ്രദ്ധ ആ മേഖലയിൽ ഉണ്ടാകണമെന്നും എമർജൻസി ആയിട്ട് ഉണ്ടാകണമെന്നും പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.